പുത്തനമ്പലം ശ്രീ കേശവഗുരു ഗ്രന്ഥശാലയുടെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢോജ്വലമായ തുടക്കം. പുത്തനമ്പലം വാരണം ശ്രീ കേശവഗുരു ഗ്രന്ഥശാലയുടെ 60ാം വാർഷികാഘോഷത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. മെയ് 15 മുതൽ 18 വരെ ഗ്രന്ഥശാല നഗറിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. ദീപശിഖാറിലെ കലാകായിക സാഹിത്യ മത്സരങ്ങൾ, കുടുംബശ്രീ കലാമേള, ക്വിസ് മത്സരങ്ങൾ, ബിസിനസ് സമ്മേളനം, കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, വയലിൻ ഫ്യൂഷൻ എന്നിവയാണ് പരിപാടികൾ. രാവിലെ 8-ന് ശ്രീ കേശവഗുരുവിൻ്റെ കാട്ടുകടയിലെ വസതിയിൽ നിന്നും ആരംഭിച്ച ദീപശിഖാറിലെ പുത്തനമ്പലം ഗ്രന്ഥശാല അങ്കണത്തിൽ സമാപിച്ചു. കലാകായിക സാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഒളിമ്പ്യൻ മനോജ് ലാൽ നിർവഹിച്ചു. സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. പിള്ളേർ കുറവാണെങ്കിൽ പോലും നമുക്ക് കായികം കല ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നും ആവില്ല. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്പോർട്സോ ആർട്സോ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഈ പിള്ളേരെ ഇവിടുന്ന് എന്നെ കൂട്ടുള്ള ഒളിമ്പ്യന്മാരെ അല്ലെങ്കിൽ കായിക പ്രതിഭകളെ വാർത്തെടുക്കുവാൻ ഈ ഗ്രന്ഥശാല കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്താണ്ട് ഇത് പിള്ളേരെ തുടർന്നുള്ള മത്സരത്തിനും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, ഞാൻ പ്രോത്സാഹനം ഇല്ലെന്നല്ല പറയണത്, നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ കൂടിയും നന്നായിട്ട് കലാകായിക മത്സരങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അജിമോനും മറ്റുള്ള എല്ലാ ഭാരവാഹികൾക്കും ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചിത്രജാലകം 2025 എന്ന പേരിൽ കരപ്പുറത്തിൻ്റെ ജീവിതമുഖങ്ങളെ സ്വന്തം ഫേസ്ബുക്കിലൂടെ വരച്ചു കാട്ടിയ സജിമോൻ സീദാസിൻ്റെ ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു. ചിത്രപ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP നന്ദകുമാർ നിർവഹിച്ചു. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനൊരു ചിത്രജാലകം എന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിട്ടുള്ള ആളുകളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയും ആയിട്ടുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് സജിമോൻ വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ദീർഘനാളായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹത്തിൻ്റെ സഫലമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം നല്ലൊരു പരിപാടിയായിട്ട് ഇതിനെ മാറ്റിത്തീർത്തത്. ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള ഇത്തരം ചിത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും